ഒരു 10-60 പശുക്കളുണ്ട്. ഡെയിലി 10 പശു 20 പശു വന്നുകൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ 100 പശുക്കൾ വരും നമ്മുടെ അടുത്ത്. ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. എന്ത് പറഞ്ഞ ഇവിടെ ലോക്കൽ പശുക്കൾ തന്നെ തെരഞ്ഞു മേടിക്കുന്നത്, വീട്ടാവശ്യക്കാരിലായിട്ടും മേടിക്കുന്നത്. ഇപ്പൊ ഇത് 2 നേരം കൂടി ഇപ്പൊ 25 ലിറ്റർ പാലുണ്ട്. ഇപ്പൊ 25 ലിറ്റർ ലൈവിലെ കറന്ന് അളന്ന് കാണിച്ചു തരാം. പ്രസവിച്ച് 10 ദിവസമായി. അടിപൊളി HF ഫുഡ്. രണ്ടാം പേര് മുളപ്പല്ല് 10 കെട്ടും ലൈവിലുണ്ട്. ഇപ്പൊ പാല് 18 തന്നെ പറയുന്നുള്ളൂ. 20 ലിറ്റർ ഗ്യാരണ്ടി കൊടുക്കും. പ്രസവിച്ച കറന്ന് നോക്കി പിടിച്ചിട്ട് പോവാ. നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി മെയിൻ റോഡിൽ വണ്ണാമട ഗ്യാസ് കമ്പിന്റെ ഓപ്പോസിറ്റ്, പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ്. ഇതാണ് നമ്മുടെ ലാൻഡ് മാർക്ക് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു ചന്തയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പശുക്കളെ സെയിൽ നടത്തുന്ന നമ്മുടെ ഒരേ ഒരു ലിംബ്ര ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലളവ് നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട് ഗ്യാരണ്ടിയോടെ പശുക്കളെ വാങ്ങാവുന്നൊരു ഫാമാണ്. അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ഗ്യാരണ്ടി പറഞ്ഞ് മറ്റൊരു ഫാമും കച്ചവടം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഫാമാണ് നമ്മുടെ അസർബായുടെ ഫാമാണ്. അസർബായ്, നമുക്ക് മൊത്തത്തിൽ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ 10-60 പശുക്കളുണ്ട്. 60ഓളം പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ എപ്പോഴും ഈ പറയുന്ന സ്റ്റോക്ക് ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ, പാലക്കാട് ഏറ്റവും കൂടുതൽ പശുക്കളെ സെയിൽ ചെയ്യുന്ന ഫാമാണ്. ഇതേ കണ്ടില്ലേ, ഒരു മിനി ചന്ത എന്ന് പറയാം അല്ലേ? ആ ഒരു പ്രതീതിയാണ്. എല്ലാത്തരം ബ്രീഡ് ഐറ്റംസും ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ക്രോസ് ബ്രീഡ്, നമ്മുടെ ഒരു ഗീറല്ലേ, സിന്ധി ക്രോസ് ഒരു പശുവാണ്. നല്ല അടിപൊളി ഒരു കറക്കം പശുവാണ്. അതുപോലെ തന്നെ ജേഴ്സി ഉണ്ട്, HF ഉണ്ട്. എല്ലാ ഒരു നമ്മുടെ ബ്രീഡ് ഐറ്റംസും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. 1-ാം പേര്, 2-ാം പേര്, 3-ാം പേര് എല്ലാം അതിനുള്ള എല്ലാ പശുക്കളും ഉണ്ട്. നമ്മുടെ ഇതിന്റെ ഒരു വില നിലവാരം എങ്ങനെയാണ്? വില നിലവാരം ഒരു 55 തൊട്ട് ഒരു 80-90-1 ലക്ഷം രൂപ വരെയും പശു ഉണ്ട്. ആ റേഞ്ച് വരെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ലിംബ്ര ഫാമിലെ ഒരു പാർട്ണറാണ്. പേരെന്തായിരുന്നു ഭായി? സനു. ഓക്കെ, സനു ഭായി, നമുക്ക് ഈ എരുമകളുടെ കാര്യം എങ്ങനെയാണ്? അപ്പം ഇത് 2-ാം പേരാണ് അല്ലേ? ചനയാണ്. ഇത് ഇപ്പൊ എത്ര ദിവസം കൊണ്ട് ഉണ്ടാവും? 10 ദിവസത്തിനകത്ത് ഉണ്ടാവും. നമുക്ക് ഇതിനൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാം? നമുക്ക് 13 ലിറ്റർ. നമുക്ക് എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? 70 രൂപ കിട്ടിയോട്. നമുക്ക് ഇതേപോലെ തന്നെ എരുമ എപ്പോഴും ഉണ്ടാവും. മിനിമം നമ്മുടെ എത്ര എണ്ണം ഉണ്ടാവും? 10-നുള്ളിൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ. അപ്പൊ നല്ല വലിപ്പത്തിലുള്ള 2 ജൈന്റ് ബ്രീഡ് പശുക്കൾ കേട്ടോ. നല്ല HF ബ്രീഡ് പശു ഉണ്ട്. അതുപോലെ തന്നെ ജേഴ്സിയും HF ക്രോസ് ബ്രീഡ് അല്ലേ? പക്ഷെ വലിപ്പത്തിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല മടി കാമ്പ് കാര്യങ്ങളുണ്ട്. നല്ല പാൽശേഷിയുള്ള പശുക്കളാണ്. ഫാമിലേക്ക് പറ്റിയ ഫാമിലേക്ക് 100% പറ്റിയ പശുക്കൾ. നമുക്കൊരു 20-25 ലിറ്ററിന് മേലോട്ട് 20 മേലെ നോക്കിയാൽ മതി. 2 കൂടി 20 മേലെ കറവ നോക്കിയാൽ മതി. ഓക്കെ, ഇതിപ്പോ എത്ര ലിറ്റർ പാല്? ഇപ്പൊ ഇത് 2 നേരം കൂടി ഇപ്പൊ 25 ലിറ്റർ പാലുണ്ട്. ഇപ്പൊ 25 ലിറ്റർ ലൈവിലെ കറന്ന് അളന്ന് കാണിച്ചു തരാം. പ്രസവിച്ച് 10 ദിവസമായി. അടിപൊളി HF ഫുഡ്. പശുക്കുട്ടി അടിപൊളി കുട്ടി. നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ചോദിക്കുന്നത്? നമുക്ക് ഇതിപ്പോ എവിടെ പോയി ചോദിച്ചാലും ₹1 മേലെ തന്നെ പറയും. നമ്മളൊരു 95 കിട്ടിയാ കൊടുക്കുക. നേരിട്ട് വന്നാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടിപൊളി. അത് നല്ലൊരു പ്രൈസ് കേട്ടോ. ഈ ഒരു പശു നല്ലൊരു പശുവാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഒരു കാര്യം പറയണം, മൊബൈലിൽ കാണുമ്പോൾ ഇതിന്റെ വലിപ്പം ഇത് ഏകദേശം ഒരു 5 അടി പൊക്കത്തിനടുത്തുള്ളൂ. നമ്മൾ എത്ര 6 അടി പൊക്കം? 6 അടിയാണ്. 5 അടി ഉറപ്പായിട്ടുണ്ടാവും. ആ രീതിയിലുള്ള പശുവാണ്. ഇതും നല്ല സൈസിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ പശുവിനെക്കാളും വലിപ്പത്തിലുള്ള പശു. ജേഴ്സി ആണെന്ന് കരുതാണ്. അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പശുവാണ്. നല്ല മടി കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് ഭായി? ഇതിപ്പോ ഒരാഴ്ചയാവും പ്രസവിക്കാണ്. ഒരാഴ്ച സമയമുണ്ട്. ഇതാ നല്ല മടികാമ്പ് നോക്കിക്കോളൂ. ഇതാ കാമ്പ് കാര്യങ്ങളൊക്കെ പോലെയാണ്. സൈസ് നോക്കിയിട്ട് കാര്യമില്ല, സ്വഭാവം നോക്കണം. സ്വഭാവം ചെറിയ കുട്ടീനെ പോലെയാണ്. ഇതാ എങ്ങനെ വേണം, ചെറിയ കുഞ്ഞു വേണേൽ പോയി കറക്കാം പശുവിന്. ആ രീതിയിലുള്ള നല്ല സ്വഭാവത്തിലുള്ള നല്ല സ്വഭാവം. നമുക്കിത് എങ്ങനെ എത്ര ലിറ്റർ വരെ കിട്ടും? അണ്ണാ അവര് പറഞ്ഞ് 27 ലിറ്റർ പറഞ്ഞത്. ലോക്കലിലാണ് പശു മേടിച്ചത്. നമ്മൾ 4 മുളയിനും 20 ലിറ്റർ പാലിന് ഗ്യാരണ്ടി കൊടുക്കും. അതായത് 27 ലിറ്റർ വരെ പറഞ്ഞ പശുവാണ് ഇതിന്റെ ഉടമസ്ഥൻ. പക്ഷെ നമ്മൾ പറയുന്നത് അതിന്റെ 4 കാമ്പിനും ഒരു 20 ലിറ്റർ ഗ്യാരണ്ടി കൊടുക്കുന്നു. പ്രസവിച്ച കറന്ന് നോക്കി പിടിച്ചിട്ട് പോവാ. പ്രസവിച്ച് കഴിഞ്ഞാൽ കറന്ന് കൊണ്ടുപോവാ. ഇപ്പൊ പ്രസവിച്ചിട്ടില്ല. ഈ കണ്ടീഷനാണ് നമുക്ക് എന്ത് റേറ്റ് കൊടുക്കാൻ പറ്റും? അണ്ണാ ഒരു 85 രൂപ. 85 രൂപ. 85 രൂപ. അയാൾ പറഞ്ഞാൽ 1.10 പറയാ, 1.20 പറയാ, വെറുതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഹോൾസെയിലാണ്. വന്ന അപ്പൊ തന്നെ 1000 കിട്ടിയാ അപ്പൊ തന്നെ കൊടുക്കും. നമ്മൾ പശു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല ആൾക്കാരെ കൊണ്ടുപോയി നല്ല മുറയായിട്ട് കറന്ന് ജീവിക്കണം. അതാണ് നമ്മളുടെ. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. എന്തായാലും നല്ല കലക്കന്നുണ്ട് പശുക്കളാണ്. അപ്പൊ 3 കിടുക്കാച്ചി ജേഴ്സി പശുക്കളാണ്. നല്ല സുന്ദരി, നല്ല ഹെൽത്തി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള 3 കലക്കൻ പശുക്കള്. നമുക്കിതിപ്പോ എത്രാമത്തെ ഡെലിവറിയാ ഈ ഒരു പശു? ഈ പശു ഇപ്പൊ 2-ാം പേര്. 2-ാം പേരാണ്.
ഇത് ഡെലിവറി കഴിഞ്ഞാണോ? ഇല്ല, ചനപ്പശുവാണ് അല്ലേ? അത്യാവശ്യം മടി കാര്യങ്ങളാണ്, നല്ല കിടുക്കാച്ചി മടി കാര്യങ്ങളുണ്ട്. നമുക്ക് പാൽ എന്ത് കിട്ടുമെന്നാണ്? പാൽ ഒരു 17 ലിറ്റർ ഗ്യാരണ്ടി കൊടുക്കുക. 17 ലിറ്റർ നമുക്ക് അവര് 20 കാട്ടുകാർ കൃഷിക്കാർ 20 ലിറ്റർ ആണ് പറഞ്ഞത്. അതായത് ഗ്യാരണ്ടി കൊടുക്കുക 17 ലിറ്റർ ഗ്യാരണ്ടി. ഓക്കെ, 4 മുളയിന് ഗ്യാരണ്ടി, ചെനപ്പയിന്. ഓക്കെ ഓക്കെ. അപ്പൊ ഗ്യാരണ്ടി കൊടുക്കുന്ന ഞാൻ ഇവിടെ പാലക്കാട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. എന്ത് പറഞ്ഞാൽ ഇവിടെ ലോക്കൽ പശുക്കൾ തന്നെ തെരഞ്ഞു മേടിക്കുന്നത്, വീട്ടാവശ്യക്കാരിലായിട്ടും മേടിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഇത് പ്രസവിച്ചു, ഇപ്പൊ ഇതിന് കറന്ന് നോക്കി പാലിന്റെ അളവ് ബോധ്യപ്പെട്ടു, അളവ് ലിറ്റർ വെച്ച് അളന്ന് കൊടുക്കുക. ലിറ്റർ വെച്ച് അളന്ന് കൊടുക്കുക. 2 ദിവസമായി. ഇത് അല്ല കിടക്കാച്ച ഒരു പശുവാണ്, നല്ല മടിസെറ്റ് കാമ്പ്, നല്ല കാര്യങ്ങളുണ്ട്, നല്ല സുഭാഗം നോക്കിക്കോളുക. എന്ത് കുട്ടിയായിരുന്നു ഇത്? ഇത് പശുക്കുട്ടി. നമുക്ക് ഇവിടെ എത്ര കിട്ടുമെന്നാണ് പറയാൻ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഇത് ഒരു 67 രൂപ പറഞ്ഞു, ഒരു 60 രൂപ കിട്ടിയാ അപ്പൊ തന്നെ കൊടുക്കുക. അല്ല പാലിന്റെ അളവ് ഞാൻ ചോദിച്ചു. പാലിന്റെ ഒരു 15 ലിറ്റർ 15 ലിറ്റർ ഇപ്പൊ ഉണ്ട്. 60-65 അല്ലേ? നമുക്ക് പിന്നെ അനുസരിച്ച് നേരിട്ട് വന്ന് അനുസരിച്ച് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒന്ന് മുന്നോട്ട് പിടിച്ചേ. ഇവിടെ നല്ല സുന്ദരി ഒരു ജേഴ്സി കേട്ടോ. ജേഴ്സി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിന്ധ് ചെറിയ ക്രോസ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല കളർ, നല്ല സിന്ധും ജേഴ്സിയും ക്രോസ് നല്ല സുന്ദരി ഒരു പ്രസവിച്ചു. ശരിക്കും എനിക്ക് 3 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പശു ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല മടി കാമ്പ് സെറ്റ് ഉണ്ട്. നമുക്കിത് എത്രാമത്തെ പേരാ? 2ാം പേര്. 2ാം പേര് മുളപ്പല്ല്. മുളപ്പല്ല് 2ാം പേര്. ഓക്കെ ഓക്കെ, നല്ല മടി സെറ്റ് കാര്യങ്ങളാണ്. നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? അന്നാ അവര് 22 ലിറ്റർ പറഞ്ഞ ആര് കൃഷിക്കാർ കാട്ടുകാർ ഇപ്പൊ മേടിച്ചെടുത്ത് 22 ലിറ്റർ 22 ലിറ്റർ കിട്ടും അവര് പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഇപ്പൊ 18 ലിറ്റർ ലൈവിലുണ്ട്. 18 10 8 ലൈവിലുണ്ട് ഇപ്പൊ പാല്. 18 തന്നെ പറയുന്നുള്ളൂ. കറന്ന് നോക്കി അളന്ന് തരാം. കറന്ന് നോക്കി അളന്ന് തരാം. 18 ലിറ്റർ ഇപ്പൊ ലൈവിലുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നത് ഇവിടെ? അപ്പൊ നമ്മള് ഇപ്പൊ 75 രൂപ പറഞ്ഞു. ഒരു നേരിട്ട് വന്നാ ഇത് അങ്ങനെ അനുസരിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ടൈപ്പിലുള്ള പശുക്കൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. വർഷം 365 ദിവസം ഉണ്ടാവും. അപ്പൊ നല്ലൊരു കന്നി പശു കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള നല്ല അടിപൊളി HF ജേഴ്സി ക്രോസ് ബ്രീഡ് ആണ്. നമുക്ക് ഇച്ചിരി ബ്ലാക്ക് കൂടുതലാണ്, നല്ല കട്ടിപ്പാലായിരിക്കും. നല്ല കട്ടിയായിരിക്കും പാല്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഫാമിലേക്കൊക്കെ നിർത്താൻ പറ്റിയ പശുവാണ്. നമുക്ക് ഇത് പ്രസവിച്ചല്ലേ? പ്രസവിച്ചു. എത്ര ദിവസമായി? പ്രസവിച്ചു 15 ദിവസമായി. 15 ദിവസം. മൂരിക്കടാവും. ഇതിപ്പം എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പൊ 22 ലിറ്റർ പാല്. 22 ലിറ്റർ കണ്ണീര്. കണ്ണീല് മടിയെ കണ്ടറിയില്ല, മടി ഉൾമടിയാ. മടിയെ കണ്ടറിയില്ല, നോക്കിക്കോളെ. മടിയെ കണ്ടറിയില്ലെന്നാണ് പറയുന്നത്. നമുക്ക് 22 ലിറ്റർ കിട്ടുന്നതാണ്. ഇത് കറന്നു നോക്കി മേടിക്കാലോ അല്ലേ? ഓ, ഇവിടെ തന്നെ കറന്നു നോക്കാം. റൂമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് കറന്നു നോക്കി. 22 ലിറ്റർ കിട്ടുമെന്നാണ് പറയുന്നത് കണ്ണില് തന്നെ. എന്തായാലും നമുക്ക് ഫാമിലേക്ക് നിർത്താൻ പറ്റിയ സൂപ്പർ ഒരു കുട്ടിയാട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം ഒരു 4 അടി ഹൈറ്റ് ഉണ്ട് ഈ കണ്ണില് തന്നെ. സൂപ്പർ പശു. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് അത് ഒരു അനുസരിച്ച് കൊടുക്കുക. 80 രൂപ പറഞ്ഞു. നേരിട്ട് വന്ന് ഒരു അനുസരിച്ച് കൊടുക്കുക. നേരിട്ട് വന്നോളെ അനുസരിച്ച് തരാം. അപ്പൊ നമ്മുടെ ഗീർ ഇതിപ്പോ എത്രാമത്തെ പ്രസവമാണ് ഭായി? ഇത് 2ാം പേരാണ്. 2ാം പേരാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, നല്ല ആരോഗ്യമുള്ള, ശരീരമൊന്നും ഉടയാത്തൊരു പശുവാണ്. നല്ല മടി കാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. നമുക്കിത് എത്ര ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 23 ലിറ്റർ പാലുണ്ട്. ഇപ്പൊ ലൈവിൽ കറന്നു കൊണ്ടുപോകാം. പ്രസവിച്ച പശുവാണ്. 9 ദിവസമായി. 9 ദിവസം. എന്ത് കുട്ടിയാണ്? മൂരിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് അത്യാവശ്യം നല്ലൊരു പശുവാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൂടുതൽ ആൾക്കാർ അന്വേഷണം നടക്കുന്ന ഒരു പശുവാണ്. ഡിമാൻഡുള്ള പശുവാണത്. ഓക്കെ, നമുക്കിത് എത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്? 75 രൂപയ്ക്ക് പറയേണ്ട ഒരു 70-നുള്ളിലായിട്ട് കൊടുക്കാം. 70-നുള്ളിൽ നമുക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാം. പിന്നെ നേരിട്ട് വരുമ്പോൾ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ശരിക്കും ഇത് ഈ ടൈപ്പ് പശുക്കൾ ആൾക്കാർ കൂടുതൽ ചോദിക്കുന്നതാണ്. അതെ, നമുക്ക് ഇതില്ല എങ്കിൽ ഇപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എപ്പോ ഡെയിലി 10 പശു 20 പശു വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ 100 പശുക്കൾ വരും നമ്മുടെ അടുത്ത്. അപ്പൊ ഏത് മോഡൽ വെച്ചാൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അസർ ഭായ്, നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി മെയിൻ റോഡിൽ വണ്ണാമട ഗ്യാസ് കമ്പിന്റെ ഓപ്പോസിറ്റ്, പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ്. ഇതാണ് നമ്മുടെ ലാൻഡ് മാർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല കലക്ക 3 പശുക്കൾ. ഇതിപ്പോ എങ്ങനെയാ ഇതിന്റെ കാര്യം? ഇത് നമുക്ക് 2ാം പേരാണ്. HF ജേഴ്സി ക്രോസ് ആണ്. അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പശു. മടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇറങ്ങാനുണ്ട്. എത്ര ദിവസം ഉണ്ട് ഭായി? ഇനി ഒരാഴ്ച പ്രസവിക്കാം. ഒരാഴ്ച ഉണ്ടല്ലേ? നല്ല പാൽശേഷിയുള്ള പശു തന്നെ. നമുക്ക് ഫാമിലേക്ക് പറ്റിയ പശു. എത്ര ലിറ്റർ കിട്ടും? ഇതൊരു 20 ലിറ്റർ കിട്ടും. 20 ലിറ്റർ അല്ലേ? നല്ല പശുവാണ്. നമുക്ക് എത്ര ചോദിക്കുന്നത് നമ്മളത്? ഇത് നമ്മളൊരു 75 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 70 രൂപ കൊടുക്കുക. അതിന് അഡ്ജസ്റ്റ് നേരിട്ട് വന്ന് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 70 താളെയും കൊടുക്കാം. ഓക്കെ, ഇവളുടെ കാര്യം എങ്ങനെയാണ്? ഇത് 2ാം പേരാണ്. ജെർസി സിന്ധ് കളവാണ്. ചെറിയ രീതിയിൽ സിന്ധ് കയറിയിട്ടുണ്ട്. ആ ഒരു സിന്ധിന്റെ ആ ഒരു ഇതുണ്ട്. നല്ല ഫാറ്റ് പാൻറ് കിട്ടും പാല്. എത്ര ദിവസം ഉണ്ട്? ഇനി ഒരാഴ്ച സമയമുണ്ട്. ഒരാഴ്ച സമയമാണ്. പാൽ എത്ര എക്സ്പെക്ട് ചെയ്യും? പാൽ ഒരു 18 ലിറ്റർ കിട്ടും.
18 ലിറ്റർ 18 ലിറ്റർ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇവളൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് നമ്മളൊരു 70 റുപ്യ പറയുന്നത് ഒരു 65 രൂപയായിട്ട് കൊടുക്കാം. 65 രൂപ 65 രൂപ കൊടുക്കാം. ഓക്കെ, നല്ല സൂപ്പർ പശുവാണ്. സൂപ്പർ നല്ല ജേഴ്സി പശുവാണ്. അതുപോലെ തന്നെ നല്ല സുന്ദരി ഒറിജിനൽ ജേഴ്സി കേട്ടോ. നല്ല ഭംഗിയിലുള്ള ഒരു കലക്കാച്ചി പശുവാണ്. നല്ല മണിസെറ്റ് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ? ഇത് രണ്ടാം പേരാണ്. രണ്ടാം പേര്. അപ്പോൾ നമുക്ക് പാൽ ഒരു 15 ലിറ്റർ മുകളിൽ ഒരു 18 ഉള്ളിലായിട്ട് കിട്ടും. അത്രയും കിട്ടും. അത്രേ കിട്ടുള്ളൂ. നല്ല കിടുകാച്ചി പശു. നമുക്ക് വീട്ടുകാർക്ക് ഫാം പാറ്റിക്കും പറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? അതെ, ഇത് നമ്മളൊരു 60 റുപ്യ ചോദിക്കുന്ന ഒരു 55 രൂപയായിട്ട് കൊടുക്കാം. 55 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, സൂപ്പർ പശുവാണ്. Super. അപ്പോൾ നമ്മുടെ വീട്ടുപാർട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ളൊരു ഇടപ്പരുവത്തിലുള്ള നല്ല ജേഴ്സി HF ക്രോസ് ബ്രീഡ് പശു കേട്ടോ. നല്ല ബ്ലാക്ക് മെജോറിറ്റിയാണ്. അതായത് നല്ല കട്ടിപ്പാൽ കിട്ടും, നല്ല മടികാമ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല മടിസെറ്റ് കാര്യങ്ങളാണ്. സൂപ്പർ ഒരു പശുവാണ് കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെ ഡെലിവറി? ഇത് മൂന്നാമത്തെ ഡെലിവറി മുളപ്പല്ല്. മൂന്നാമത്തെ ഡെലിവറിയാണ് കേട്ടോ. എങ്കിലും നല്ല അത്രയും തോന്നുന്നില്ല, ആ രീതിയിലുള്ള എങ്ങായിട്ട് തോന്നിക്കുന്ന ഒരു പശുവാണ്. നല്ല ആരോഗ്യമുള്ള പശുവാണ്. നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? ഒരു 18 ലിറ്റർ. 18 ലിറ്റർ. രാവിലെ ഒരു 10ഉം ഉച്ചയ്ക്ക് ഒരു 8ഉം. നമുക്കിത് പ്രസവിച്ചല്ലേ? പ്രസവിച്ചത് എത്ര ദിവസമായി? 12 ദിവസമായി. 12 ദിവസം. പശുക്കുട്ടി അമ്മേന്റെ പോലെ കുട്ടി, അതേപോലെ ബ്ലാക്ക് നല്ല കുട്ടി. ഓക്കെ ഓക്കെ. നമുക്ക് ഇത് എങ്ങനെയാ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ 70-75 ചോദിക്കും. ഒരു 65 കിട്ടിയ 65 കിട്ടിയ കൊടുക്കാം. നല്ലൊരു പശു കേട്ടോ. നമുക്ക് വീട്ടുപാട്ടിക്ക് വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു പശു. നല്ല പശു. അപ്പോൾ നമ്മുടെ അസീർ ഭായിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ